AAA എന്നറിയപ്പെടുന്ന മലയാള സിനിമാ താരങ്ങളുടെ സംഘടന വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു. അതേ ദിവസം തന്നെ അതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖിൻ്റെ ചുമതല നടൻ ബാബുരാജിനെ ഏൽപ്പിച്ചു. ബാബുരാജ് ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു സിനിമാ പ്രവർത്തക ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഏതാണ്ട് കുറിയടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരം പോലെ പുതിയ പുതിയ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു താത്രിയല്ല, ഒരുപാട് താത്രിമാർ വിരൽ ചൂണ്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ചില ടെലിവിഷൻ ചാനലുകൾ വലിയ അംഗീകാരവും അവർക്ക് വലിയ അവസരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലും നമ്മുടെ തലക്കകത്തും പുറത്തും ഒന്നുമില്ലാത്ത ഒരു ചങ്ങാതി നടത്തുന്ന ഒരു ചാനലുണ്ടല്ലോ, മരംവെട്ടുകാരുടെ ചാനൽ, ആ ചാനലും പിന്നെ തൊട്ട് പുറകെ മാതൃഭൂമി ചാനലുമാണ്. ഏഷ്യാനെറ്റും മനോരമയൊക്കെ ഇങ്ങനെ നാം കടിച്ച് നിൽക്കുകയാണ്. അവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അത് സാരമില്ല, നിങ്ങൾ അടുത്ത ദിവസം ഇതിന് തുനിഞ്ഞിറങ്ങിയാൽ മതി. ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, എക്സ്ട്രാകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പണ്ട് ഈ നമ്മുടെ കൽപ്പറ്റ MLA സിദ്ദിഖ് ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ച തുടങ്ങുമ്പോഴത്തേക്ക് സിദ്ദിഖ് ഞാൻ പറയാമെന്ന് പറയും. പുള്ളി ഒന്നും പറയില്ല, കുറേ കടലാസും കൊണ്ടുവരും. ഇതുപോലെ ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളും എക്സ്ട്രാ നടികളുമൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വിളിച്ചു പറയുന്ന ആളുകൾ ആ സെക്കൻഡിൽ വലിയ അപമാനത്തിനും അവഹേളനത്തിനും പാത്രീഭൂതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകേഷിൻ്റെ പേരാണ് വളരെ ശക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ പാപം ചെയ്യാത്ത സകല ആൾക്കാരും മുകേഷിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ് കണ്ടിട്ട് മുകേഷിനോട് അന്യതാ മറ്റുവിധത്തിൽ യാതൊരു സ്നേഹമോ ബഹുമാനവും ഇല്ലാത്ത, സ്നേഹത്തിന് കാരണമില്ലാത്ത ആ സുരേഷ് ഗോപിക്ക് വരെ സങ്കടം തോന്നി. പുള്ളി പറഞ്ഞ് ഇങ്ങനെ ചെയ്യല്ലേ, മുകേഷിൻ്റെ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിട്ടില്ല. ഈ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളത്ത് കൈവച്ചപ്പോൾ മുകേഷും ഉണ്ടായിരുന്നില്ല, ഗണേഷ് കുമാറും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇയാളെ കല്ലെറിയുക എന്ന നയവുമായിട്ടാണ് വന്നത്. അപ്പോൾ മുകേഷ് സൗകര്യപൂർവ്വം മൗനം പാലിച്ചു. ഇപ്പോൾ മുകേഷിനെ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല. സത്യത്തിൽ സുരേഷ് ഗോപി ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, ഇവരിത് കിട്ടണം, കള്ള പന്നിയുടെ മോൻ എന്ന് പുള്ളി മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ പുറമേക്ക് പുള്ളി വലിയ രോഷവും അമർഷവും ഒക്കെ പ്രകടിപ്പിച്ചു. ശരിക്കും സുരേഷ് ഗോപി നടനാണോ അതോ കേന്ദ്രമന്ത്രിയാണോ അതോ പാർലമെൻറ്റ് അംഗമാണോ നമുക്ക് സംശയം തോന്നുന്ന സമയം ഇതൊക്കെയാണ്. അതെന്തോ ആട്ടെ, ഏതായാലും ഈ താരസംഘടന വല്ലാത്തൊരവസ്ഥയിലെത്തി. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. ഇനിയിപ്പോൾ ആരുടെ നേർക്കാണ് കൈ ചൂണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ലോ. മോഹൻലാലായിരിക്കും അതോ എന്ന് പിരിഞ്ഞുപോയ ഇടവേള ബാബുവിനെതിരെ ഏറ് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഭാരവാഹികൾക്കൊക്കെ എതിരെ മീട്ടു ആരോപണം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പോലീസിനെ ശക്തമായിട്ട് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലെത്തി നിൽക്കുന്നു ഈ സംഘടന. എക്സിക്യൂട്ടീവ് പൂർണ്ണമായി രാജിവെച്ചു. ഇനി പുതിയ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കണം, പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കണം, പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കണം, പിന്നെ മറ്റ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് വേണം ഈ AAA എന്ന് പറഞ്ഞ സംഘടന ഒന്നും കൂടി ഊർജിതമാക്കാൻ. ഈ സംഘടന തുടങ്ങിയ കാലത്ത് തൊട്ട് ഇതിൽ പുരുഷാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുണ്ടായപ്പോൾ ഇവരൊക്കെ എത്ര വലിയ മുതലക്കണ്ണീരാണ് ഒഴുക്കിയത്. എന്നില്ല അതിലെ പ്രധാന പ്രതിയായ ആൾ അതിൻ്റെ അതേ സ്ഥാനത്ത് പഴയ പോലെ തുടരുകയായിരുന്നു. അയാളെ ഒന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും മാറ്റി നിർത്താനോ ഈ തമ്പുരാക്കന്മാർക്ക് സാധിച്ചില്ല. ആ പെൺകുട്ടിയുടെ കണ്ണീരാണ് ഇന്ന് ഇപ്പോൾ ഈ സിദ്ദിഖിനെ ആണെങ്കിലും മോഹൻലാലിനെ ആണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും പിന്തുടരുന്നത്. ഇവരൊക്കെ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കാതെ ഇവിടുന്ന് പോവുകയില്ല. എനിക്ക് ഈ താരസംഘടനക്കാരോട് പറയാനില്ല, ഇത്ര നാൾ ഇതൊരു ജാട സംഘടനയായിരുന്നു, ഒടുക്കത്തെ ജാടയായിരുന്നു ഇവന്മാർക്കൊക്കെ. ഇപ്പോൾ ജാടയും പൂടയൊക്കെ പോയി, വല്ലാത്തൊരവസ്ഥയിലായി. ഇനിയിപ്പോൾ ഈ സംഘടനയുടെ പേര് മലയാള താരസംഘടന എന്നുള്ള മാറ്റിയിട്ട് മലയാള ജാര സംഘടന എന്നാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉചിതമായിരിക്കും. കാരണം ഈ മലയാള ഭാഷയിൽ ഓരോ വാക്കിനും ഒരർത്ഥമുണ്ടല്ലോ. ഇവരുടെ സംഘടനയ്ക്ക് ഒന്നും കൂടി യോജിച്ച ഉചിതമായ ഒരു നാമധേയം എന്ന് പറയുന്നത് മലയാള ജാര സംഘടന എന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ ചിന്തോദ്ദീപകവും അതുപോലെ അന്വർത്ഥവുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇത് കേൾക്കുമ്പോൾ ഈ സിനിമാ താരങ്ങൾക്കൊക്കെ വലിയ രോഷമുണ്ടാവും. മലയാള ഭാഷയുടെ ഈ വാക്കുകളുടെ അർത്ഥം അറിയാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാൽ പോലും ഇങ്ങനെ ഒരു പരിഷ്കാരം വരുത്തുന്നതിനെക്കുറിച്ചുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. പുതിയ പ്രസിഡൻറ്റിനും പുതിയ വൈസ് പ്രസിഡൻറ്റിനും പുതിയ പ്രധാനമന്ത്രിക്കും മറ്റ് വരാൻ പോകുന്ന മന്ത്രിമാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമോവാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
ഏതായാലും ഇതുപോലെയുള്ള തമാശകളൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം വല്ലാണ്ട് ബോറായിപ്പോനെ എന്ന് മാത്രം എനിക്ക് ഈ സമയത്ത് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.